ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹ, ആയത് നമ്പർ 6. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആയത്ത്. കഴിഞ്ഞ ആയത്തുകളിലൂടെ സത്യസാക്ഷ്യവും കരാറും നിർവഹിച്ചതിന് ശേഷം നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹുവിനോട് നാം നടത്തിയിട്ടുള്ള കരാറ്, അള്ളാഹുവിന്റെ മുമ്പിൽ നാം പ്രഖ്യാപിച്ചിട്ടുള്ള പ്രതിജ്ഞ പാലിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗദർശനം തേടുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ. സൂറത്തുൽ ഫാത്തിഹയിലെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ആയത്താണ്. അതുകൊണ്ടാണ് ഈ സൂറക്ക് സൂറത്തു ദുആ, പ്രാർത്ഥന സൂറ എന്ന പേരും കൂടി ഉണ്ടായിരുന്നു എന്ന്, ദുആ എന്ന പേര് കൂടി സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ നാമവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ആയത്തിന്റെ ഓരോ അർത്ഥവും പരിശോധിക്കാം. ഇഹ്ദിന, ഇഹ്ദിന, ഇതിന്റെ പാരായണ നിയമം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞതാ. ഇഹ്ദിന എന്ന് പറഞ്ഞാൽ അർത്ഥം നീ ഞങ്ങളെ നയിക്കണമേ, നീ ഞങ്ങളെ നയിക്കണമേ. അസ്സിറാത്ത, മാർഗത്തിൽ, അൽ മുസ്തഖീം, നേരായ, ചൊവ്വായ, ഋജുവായ. അപ്പൊ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ചൊവ്വായ മാർഗത്തിൽ, നേരായ മാർഗത്തിൽ നീ ഞങ്ങളെ നയിക്കണമേ എന്നാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇഹ്ദിന എന്ന ആ പദം രണ്ട് പദങ്ങൾ ചേർന്നിട്ടുള്ളതാണ്. ഒന്ന് ഇഹ്ദി, രണ്ടാമത്തെ നാ. ഇഹ്ദി എന്ന് പറഞ്ഞാൽ നീ വഴികാണിച്ചു തരണമേ, നീ നയിക്കണമേ. കൽപ്പനക്രിയ രൂപമാണ് ഇഹ്ദി എന്ന് പറയുന്നത്. അതിന്റെ മാലിയായ ക്രിയാരൂപം ഹദാ എന്നാണ്. അതിന്റെ മുലാരി യഹ്ദി. ഹദാ എന്ന് പറഞ്ഞാൽ വഴികാണിച്ചു. അപ്പൊ യഹ്ദി, നീ വഴികാണിക്കൂ. നാ, ഞങ്ങളെ. അപ്പൊ യഹ്ദിന, നീ ഞങ്ങളെ വഴി കാണിക്കണമേ, നീ ഞങ്ങളെ നയിക്കണമേ എന്നർത്ഥം. ഏത് വഴി? അസ്സിറാത്തുൽ മുസ്തഖീം. സിറാത്ത് എന്ന് പറഞ്ഞാൽ വഴി. അസ്സിറാത്ത് എന്ന് പറയുമ്പോൾ ആ പ്രത്യേക വഴി. ആ പ്രത്യേക വഴി എന്ന് പറയുന്നത് അൽ മുസ്തഖീം, ചൊവ്വായ, വക്രതയില്ലാത്ത, വളവില്ലാത്ത, ഋജുവായ, നേരായ വഴിക്കാണ് അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്നത്. ഈ ആയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അതിന് നമ്മൾ അൽ ഹിദായ, ഹിദായത്ത് എന്നോ അസ്സിറാത്തുൽ മുസ്തഖീം എന്ന ഈ ആയത്തിൽ പറഞ്ഞതുപോലെ ചൊവ്വായ, നേരായ വഴി എന്നോ നമുക്ക് പറയാം ആ വിഷയത്തെ. ഹിദായത്ത്. അപ്പൊ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് വഴി, മാർഗം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു വഴികാട്ടിയുടെ ആവശ്യം മനുഷ്യനുണ്ട്. ഈ വഴികാട്ടി ആരായിരിക്കണം? അവന് സ്വയം തന്നെ തന്റെ വഴികാട്ടിയായി മാറാൻ സാധിക്കുമോ? അല്ലെങ്കിൽ അവനെ പോലെയുള്ള സൃഷ്ടികളിൽ നിന്ന് തന്റെ വഴി സ്വീകരിക്കാൻ, തന്റെ വഴികാട്ടിയെ കണ്ടെത്താൻ സാധിക്കുമോ? കഴിഞ്ഞ ആയത്തിൽ നമ്മുടെ ദൗർബല്യം നാം അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കുകയായിരുന്നു. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ ദൗർബല്യം, യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറ ആയത്തൊക്കെ നമ്മൾ അന്ന് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്മുടെ ദൗർബല്യം അവിടെ നാം സമ്മതിച്ചു. അതുകൊണ്ട് റബ്ബേ, നീ ഞങ്ങൾക്ക് വഴി കാണിച്ചു തരണം. നിന്റെ വഴിയല്ലാത്തൊരു വഴി ഞങ്ങൾക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല. ഞാൻ എന്റെ വഴി കണ്ടെത്തിക്കൊള്ളും എന്ന, ഞാൻ എല്ലാത്തിനും പര്യാപ്തനാണ് എന്ന നിലക്കുള്ള നിലപാട് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തന്നെ പരാജയമാണ്. ചരിത്രം അതിന് സാക്ഷിയാണ്. ഉദാഹരണങ്ങളൊന്നും പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് വഴികാട്ടിയില്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ കഴിയില്ല.
ഭൂമിയിൽ മനുഷ്യനല്ലാത്ത ഒരുപാട് കോടാനുകോടി സൃഷ്ടജാലങ്ങളുണ്ട്. ഓരോന്നിനെയും എടുത്തു പറയുന്നില്ല, ഓടാനുകൂടി സൃഷ്ടിജാലങ്ങൾ. അവയെല്ലാം തന്നെ അവക്ക് നിശ്ചയിച്ചു കൊടുത്ത വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോളങ്ങളായിരുന്നാലും നക്ഷത്രങ്ങളായിരുന്നാലും മനുഷ്യനല്ലാത്ത എല്ലാ ജീവജാലങ്ങളും, മൃഗങ്ങളായിരുന്നാലും സസ്യലതാദികളായിരുന്നാലും എല്ലാം തന്നെ അവക്ക് നിശ്ചയിച്ച വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. കുല്ലും ഫീ ഫലകിൻ യസ്ബഹൂൻ. അവിടെ സംഘടനകളില്ല, എല്ലാം അവക്ക് നിശ്ചയിച്ച പദത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, നീന്തി തുടിക്കുന്നു. അവിടെ കൂട്ടിമുട്ടലുകളില്ല, സംഘട്ടനങ്ങളില്ല, സംഘർഷങ്ങളില്ല. നിശ്ചയിച്ച വഴിയിലൂടെ അവ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് അവക്ക് ഈ വഴി നിശ്ചയിച്ചു കൊടുത്തത്? നമ്മൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ലളിതമായ ഉത്തരമാണ്. ആരാണോ അവയെ സൃഷ്ടിച്ചത്, അവയെ സൃഷ്ടിച്ച അവയുടെ സ്രഷ്ടാവ് തന്നെയാണ് അവർക്ക് വഴി കാണിച്ചു കൊടുത്തിട്ടുള്ളത്. പക്ഷെ അവിടെ ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് നിശ്ചയിച്ചു കൊടുത്ത വഴിയിൽ നിന്ന് തെറ്റി സഞ്ചരിക്കാനുള്ള, മാറി സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്ക് നൽകിയിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് എങ്ങനെ ഏത് വഴിയിലൂടെ സഞ്ചരിക്കാനാണോ അവർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം, അതിലൂടെ അവർക്ക് സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ. ഇതിൽ നിന്ന് വ്യത്യസ്തനാണ് മനുഷ്യൻ. എന്നാൽ മനുഷ്യനിലും നമുക്ക് ഈ നിലക്ക് അവന് സ്വാതന്ത്ര്യമില്ലാത്തൊരു മേഖല മനുഷ്യ ജീവിതത്തിൽ തന്നെ അവന് കണ്ടെത്താൻ കഴിയും. അവന്റെ അവയവങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ, കണ്ണാകട്ടെ കാതാകട്ടെ മറ്റ് അവയവങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ആ ഓരോ അവയവങ്ങളും അവക്ക് നിശ്ചയിച്ച ഡ്യൂട്ടി മാത്രമേ അവർ നിർവഹിക്കുന്നുള്ളൂ. കണ്ണ് കാണാനാണ്, കാത് കേൾക്കാനാണ്, അല്ലേ? ഇതൊക്കെ തന്നെ അവയുടെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. പരസ്പരം ഡ്യൂട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അവ മാറുന്നില്ല, മാറാൻ കഴിയുകയില്ല. മനുഷ്യന് വിചാരിച്ചാൽ മാറ്റാനും കഴിയുകയില്ല. കണ്ണുകൊണ്ട് കേൾക്കുക, കാതുകൊണ്ട് കാണുക എന്ന് പറയുന്നത് മനുഷ്യന്മാർ മുഴുവനും ഒരുമിച്ച് കൂടി തീരുമാനിച്ചുകൊണ്ട് നടപ്പിലാക്കാൻ കഴിയാത്തതാണ്. നേരെ മറിച്ച് മനുഷ്യൻ സവിശേഷ സൃഷ്ടിയാണ്. മനുഷ്യന് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. കണ്ണുകൊണ്ട് എന്ത് കാണണം, കാതുകൊണ്ട് എന്ത് കേൾക്കണം, എന്ത് കേട്ടുകൂടാ എന്നതിന് അവന് സ്വയം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവന് നൽകിയിരിക്കുന്നു. ഇവിടെയാണ് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം, അതിന്റെ ബന്ധം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ഹിദായത്തിന്റെ പ്രസക്തി, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമിന്റെ പ്രസക്തി. എന്റെ ജീവിതത്തിൽ ഉടനീളം എനിക്ക് അല്ലാഹു സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്ന മേഖലയിൽ നന്മ ഏത് തിന്മ ഏത് എന്ന് വേർതിരിച്ച് എനിക്ക് മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ള അവകാശം അല്ലാഹുവിന് വകവെച്ചു കൊടുക്കുക എന്നതാണ് മനുഷ്യൻ ചെയ്യേണ്ടത്. കാരണം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ള സൃഷ്ടാവിന് മാത്രമേ മനുഷ്യന് വഴി കാണിച്ചു കൊടുക്കാനും കഴിയുകയുള്ളൂ. ആ ഉത്തരവാദിത്തം അല്ലാഹു സ്വയം ഏറ്റെടുത്തിരിക്കുന്നു. ഖുർആൻ പറയുന്നു, ഇന്ന അലൈനാ ലൽഹുദ, സന്മാർഗം കാണിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് അള്ളാഹു പറയുന്നു. ഇതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യാരംഭം മുതൽക്ക് തന്നെ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആദം നബി അലൈഹി ഇസ്ലാമിയെ സൃഷ്ടിച്ചപ്പോൾ അവിടുന്ന് മുതൽ തുടങ്ങി വൈമായത്തിയന്നകും മിന്നി ഹുദൻ, എപ്പോഴൊക്കെ എന്നിൽ നിന്നുള്ള സന്മാർഗ ദർശനം, സന്മാർഗം താങ്കൾക്ക് വന്നെത്തുന്നുവോ, ആരത് പിന്തുടരാൻ തയ്യാറാകുന്നുവോ, വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടി വരികയില്ല. പ്രവാചകന്മാരിലൂടെ, വേദഗ്രന്ഥങ്ങളിലൂടെ അള്ളാഹു ആ ഹിദായത്ത് എന്ന് പറയുന്ന അസ്സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന കാര്യം മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു. അങ്ങനെ ആ പ്രവാചകന്മാർ കാണിച്ചു തന്ന വഴി, അവർ കാണിച്ചു തന്ന വഴി, ആ ഒരൊറ്റ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പല വഴികൾ സ്വീകരിക്കുക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്ത പ്രതിജ്ഞക്കെതിരാണ്. പല വഴികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അള്ളാഹു നിശ്ചയിച്ചു തന്ന വഴിയിലൂടെ തന്നെ സഞ്ചരിക്കണം. അതാണ് സൂറത്തുൽ അൻആമിൽ അള്ളാഹ് പറയുന്നുണ്ടല്ലോ, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ, ഇതാണ് എന്റെ ചൊവ്വായ വഴി, ഇത് നിങ്ങൾ പിൻപറ്റുക. വലാ തത്തബിഉ സുബുല, പല വഴികൾ പിൻപറ്റരുത്, ഒരുപാട് വഴികൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ ദീനിഹി ഫതഫറഖ ബികും അൻ സബീലിഹി, അങ്ങനെ നിങ്ങൾ പല വഴികളും സ്വീകരിക്കുകയാണെങ്കിൽ ആ പല വഴികൾ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് നിങ്ങളെ ഭിന്നമാക്കി തീർക്കും, നിങ്ങളെ കക്ഷികളാക്കി തീർക്കും, നിങ്ങളെ ചിന്ന ഭിന്നമാക്കി കളയും. അതുകൊണ്ട് അള്ളാഹുവിന്റെ വഴി നിങ്ങൾ സ്വീകരിക്കണം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് സഹാബയെ കിറാമിന് പഠിപ്പിച്ചു കൊടുത്തത്, അവരെ മണലിലിരുത്തി സ്ട്രൈറ്റ് ആയിട്ടുള്ള വളവോ വക്രതയില്ലാത്ത ഒരു വര മണലിൽ വരച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കൾക്ക് പഠിപ്പിക്കുകയാണ്. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ വര പോലെയാണ്, ഈ സ്ട്രൈറ്റ് ആയിട്ടുള്ള വളവോ വക്രതയില്ലാത്ത ഈ വര പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ വരയെ നിങ്ങൾ സങ്കല്പിക്കുക, നിങ്ങൾ ഈ ലൈൻ നിങ്ങൾ പിൻപറ്റുക. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വരയുടെ ഇരുവശത്തും വളഞ്ഞും പൊളഞ്ഞും ഒരുപാട് വരകൾ വരച്ചു. ഇതാണ് പല വഴികൾ.
ഇത് നിങ്ങൾ സ്വീകരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഇവിടെ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ആവശ്യപ്പെടുകയാണ്, പടച്ച തമ്പുരാനെ ചൊവ്വായ വളവോ വക്രതയില്ലാത്ത വഴി നീ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതാ വിശുദ്ധ ഖുർആനാകുന്ന അസ്സിറാത്തുൽ മുസ്തഖീം അൽ ഹിദായ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്നു, നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഹുദൽ ലിന്നാസ് മുഴുവൻ ജനങ്ങൾക്കും സന്മാർഗ ദർശക ഗ്രന്ഥമായി അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. അതിനനുസരിച്ച് സഞ്ചരിക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തമാണ് നമുക്കുള്ളത്. അതിനനുസരിച്ച് സഞ്ചരിക്കാൻ തയ്യാറായ ആളുകൾക്ക് സ്വർഗം സുരക്ഷിതമാണ്. അതിന് വിരുദ്ധമായി സഞ്ചരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നരകമാണ് വിധിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ വഴി, സ്വർഗത്തിലേക്ക് എത്താൻ അള്ളാഹു നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന വിശുദ്ധ ഖുർആനിലൂടെ അവതരിപ്പിക്കുന്ന അസ്സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.